എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം, ഈ ആലുവ മൂന്നാർ റോഡിന്റെ ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് അവിടെ താമസിക്കാതെയും ആ സ്ഥലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെയും സ്ഥലം വാങ്ങിയിട്ടിട്ടുള്ളത് എന്ന ഒരു ലിസ്റ്റ് എടുത്ത് ആ ലിസ്റ്റ് ഗവൺമെന്റ് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അറിയാൻ പറ്റും അതിലെ താല്പര്യങ്ങൾ ആർക്കൊക്കെയാണ് എന്ന്. ആ സ്ഥലം ആരുടെ പേരിലാണ് എന്ന് സർക്കാർ പബ്ലിക്കായിട്ട് പറയട്ടെ, ഒരു ഡിക്ലറേഷൻ നടത്തട്ടെ. അപ്പൊ ഈ റോഡിന്റെ ആവശ്യക്കാരാരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അദ്ദേഹം എന്ത് രേഖ കൈമാറിയാലും അത് പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണമെങ്കിൽ അതിന്റെ പുറത്ത് ഒരു ഡിബേറ്റ് നടത്താനും ഞാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത് നിബിഡമായ വനമാണ്, ആനത്താരകളും അതേപോലെ വന്യജീവി ക്രോസിംഗും ഒക്കെ ഉള്ള ഏരിയയാണ്. അതിന് തീർച്ചയായിട്ടും കൺസർവേഷൻ ആക്ട് ബാധകമാണ്. ആ കൺസർവേഷൻ ആക്ട് ബാധകമായതുകൊണ്ട് തന്നെ പർവേഷിൽ അപ്ലോഡ് ചെയ്യാതെ, പർവേഷിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാതെ ഒരനുവാദവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പഴയ ആലുവ മൂന്നാർ റോഡ് രാജപാത ഒരു മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ ലേഖനം പത്രങ്ങളിൽ ഞാൻ എഴുതിയത് എൻ്റെ പേരിൽ വരികയുണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറുപടി എന്ന രീതിക്ക് ഒരു അഭിഭാഷകൻ പ്രസക്ത പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാനും ഇടയായി. അതില് ഒന്ന്, ഈ പറയുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് രാജപാത എന്നൊരു പേരില്ല എന്നാണ് ഞാൻ പറയുന്നത്. രാജപാത എന്ന മിഥ്യ എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ആ റോഡില്ല എന്നല്ല, റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് ഉണ്ടായിരുന്നത് താനും അത് കുറച്ചു നാൾ ഉപയോഗിക്കുകയും ചെയ്തു. ആ ഉപയോഗിച്ചതിന് ശേഷം 1924 കേരളത്തിലുണ്ടായ ഒരു വലിയ പ്രളയം. ആ പ്രളയത്തെക്കുറിച്ച് നമ്മൾ സാധാരണ നമ്മുടെ കാരണന്മാരോട് ചോദിച്ചാൽ 99 വെള്ളപ്പൊക്കം എന്നാ പറയണേ. 99 എന്ന് പറയുന്ന മലയാള വർഷം ആണ് ഈ 99 വെള്ളപ്പൊക്കം. ഇന്നും അതൊരു ശൈലിയായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൽ ആ റോഡ് ഒലിച്ചു പോവുകയും ആ റോഡിന് പകരമാണ് നേര്യമംഗലത്ത് നിന്ന് അടിമാലി കൂടി മൂന്നാറിനൊരു റോഡ് വന്നത്. അപ്പൊ 100 വർഷം കഴിഞ്ഞു. 100 വർഷം മുമ്പ് തകർന്നു പോയ റോഡ്, ആ റോഡ് പോകാനുള്ള പല കാരണങ്ങളെ കുറിച്ച് പഠിച്ചതിൽ അവിടുത്തെ പാരിസ്ഥിതിക പ്രാധാന്യം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് വേണമെന്ന് ആവശ്യം ഉയർത്തുന്നവര് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പാരിസ്ഥിതികമായ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒരിക്കലും വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങളതിനകത്ത് കാണുന്നത് ആ റോഡ് പിന്നെ ഇനി തുറന്നാൽ അതൊരു വലിയ പാരിസ്ഥിതിക നാശത്തിന്റെ തുടർച്ചയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, കേരളത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഓരോ ഭൂപ്രകൃതിക്കും ആ ഭൂപ്രകൃതിയുടേതായ ചില പാരിസ്ഥിതികമായ പ്രാധാന്യങ്ങളുണ്ട്. ഗൾഫിൽ ചെയ്യുന്നത് പോലെ കേരളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. ഭൂപ്രകൃതിയിൽ വ്യത്യാസമുണ്ട്, കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥകളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസൃതമായ ഒരു സമീപനമേ നമുക്ക് പ്രകൃതിയോട് എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി പലപ്പോഴും നമുക്ക് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നമുണ്ടായി. അവിടെ ഉണ്ടായ ആഘാതം, പ്രകൃതിക്ഷോഭങ്ങളും അതേപോലെ തന്നെ പ്രകൃതിയുടെ രൂക്ഷമായ ഭാവമൊക്കെ നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അതിന്റെ ആഘാതം എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ റോഡ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകം കൂടെ നമ്മൾ ഓർക്കണം. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ വളരെയേറെ കാലാവസ്ഥയിലും അതേപോലെ മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിനനുസൃതമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയും രോഗങ്ങൾ നേരിടുകയും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല പുതിയ പുതിയ രോഗങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലത്താണ് അതിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിവുള്ള വനത്തിനെയും വനസമ്പത്തിനെയും നശിപ്പിച്ചുകൊണ്ടുള്ള
ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പല കാര്യങ്ങളിലും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേണം ഈ പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നു കൊടുക്കണമെന്നുള്ള ഇതിനെ കാണുവാനും. എനിക്ക് ബഹുമാനപ്പെട്ട ആ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ ഒരു ബിഷപ്പ് പങ്കെടുത്തിരുന്നു. ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിനോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ പോപ്പായിട്ടുള്ള ഫ്രാൻസിസ് പോപ്പിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം ഒന്ന് വായിക്കണം. ഈ ഭൂമി നമ്മുടെ ഗ്രഹം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഇടയ ലേഖനം ഒന്ന് വായിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഈ സമരത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പാടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? 1877 ഗോൾഡ് ലോണിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു റോഡിനെ കുറിച്ച് വരുന്നത്. അതിനു മുമ്പ് റോഡില്ല. ആ 877 വന്നതിന് ശേഷം റോഡ് 1908 സഫലീകൃതമാകുന്നത്. പഴയ ഓൾഡ് മൂന്നാർ റോഡ് എന്ന് പറയുന്ന ആ റോഡ് 1908 ഉണ്ടാവുന്നത്. പക്ഷെ 1924 മഹാപ്രളയത്തിൽ ആ റോഡ് ഒലിച്ചുപോയി. ഇന്ന് ആ റോഡിന്റെ സ്ഥാനത്തുള്ളത് നിബിഡമായ വനങ്ങളും അപൂർവമായ സസ്യങ്ങളും അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ജന്തു ജീവജാലങ്ങളുമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ മുഴുവൻ നാശമായിരിക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നിരവധിയായ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഇപ്പൊ KFRAയുടെ പഠനമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് KFRAയുടെ പഠനം ശരിയല്ല. അദ്ദേഹത്തോട് എനിക്ക് ആ വക്കീലിനോട് എനിക്ക് പറയാനുള്ളത്, KFRAയുടെ പഠനം ശരിയല്ലെങ്കിൽ എന്റെ അറിവിൽ അദ്ദേഹം ഭരണരംഗത്തും ഒക്കെ വളരെ സ്വാധീനമുള്ള മനുഷ്യനാണ്. MLA-മാരുടെ MP-മാരുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ആ പഠനം ശരിയല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് ആധികാരികമായിട്ടുള്ള ഒരു പഠന ഏജൻസി എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് ഒരു പഠനം നടത്തിക്കട്ടെ. കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പഠനം നടത്തിച്ചിട്ട് ആ പഠനം പറയുവാണ് ഈ റോഡ് വെട്ടി തുറന്നോ, നിങ്ങൾ കാട് മുഴുവൻ വെട്ടി തെളിച്ചോ എന്ന് ആ പഠനം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ അനുസരിക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതൊരു ഗവൺമെന്റ് തീരുമാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പഠനവും ഇല്ലാതെ ആ റോഡ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇന്നിത് നടത്തുന്നത്. അതിനെയാണ് ഞങ്ങൾ ഇത് എതിർക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ മോണോറെയിലിൽ കൂടെ എങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. കുട്ടമ്പുഴയിൽ നിന്ന് മോണോറെയിൽ. എവിടെയാ കുട്ടമ്പുഴയിൽ നിന്ന് മോണോറെയിൽ ഉള്ളത്? നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല. അതിന്റെ ഒരു അവശിഷ്ടം പോലും അവിടെ നമുക്ക് കാണാനും ഇല്ല. പിന്നെ റെയിലിന്റെ അവശിഷ്ടവും അല്ലെ റെയിൽ ഉണ്ടായിരുന്നത് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മൂന്നാറിലേക്ക് ഉണ്ടായിരുന്നു. അത് തേയിലയും മറ്റു ചരക്കുകളും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ളത്. അതല്ലാതെ അതും 99 അല്ലെങ്കിൽ 1924 വെള്ളപ്പൊക്കത്തിൽ ആ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ റെയിൽവേ ട്രാക്ക് ഉൾപ്പെടെ ഒലിച്ചു പോയതാ. പിന്നെ അവിടെ പണി നടന്നിട്ടില്ല. അവിടെ ഇപ്പൊ റെയിൽവേ ഇല്ല. അപ്പൊ റെയിൽവേ ഈ താഴ്ത്തുന്ന മുകളിലേക്ക് റെയിൽവേയിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നത് കള്ളച്ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നാണ് പറയാനുള്ളത്. കാരണം അല്ലാതെ എന്താണ്, അവിടെ ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. പിന്നെ ആദിവാസികൾക്ക് വികസനം ഉണ്ടാകുന്ന പറയണം. എവിടെയാ, എത്ര ട്രൈബൽ കോളനികൾ ആ വഴിക്കുണ്ട്? അദ്ദേഹം അതിന്റെ പേരൊന്ന് പറയട്ടെ. ഈ റോഡുമായി ഈ റോഡ് കടന്നു പോകുന്ന അലൈൻമെന്റില് എവിടെയാണ് ഈ അദ്ദേഹം പേര് പറഞ്ഞ ആദിവാസി കുടികൾ ഉള്ളത് എന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ ഒരു സ്കെച്ചും മാപ്പും പ്രസിദ്ധീകരിക്കട്ടെ. ആകെ ഈ റോഡിനോട് കുറച്ചെങ്കിലും അടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ ആ ഭാഗത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആദിവാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആരുടെയോ കയ്യാളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ നമുക്ക് ഖേദമുണ്ട്. യാതൊരു സംശയവുമില്ല. അപ്പൊ അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ആ വീഡിയോ എന്നാണ് എനിക്ക് ഇത് എല്ലാത്ത പറയാനുള്ളത്. അതേപോലെ 2011 ഈ റോഡ് തുറന്നാൽ ഉണ്ടാകാവുന്ന എക്കോളജിക്കൽ നാശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ ആ സമരം ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന സംശയം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വേറെ പഠന റിപ്പോർട്ടുകൾ ഉള്ളതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ
100 വർഷത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു റോഡ്. ആ റോഡില് ഇന്ന് വളരെ അപൂർവമായിട്ടുള്ള സസ്യജന്തുജാലങ്ങൾ വളർന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്നത് നിബിഡമായ വന്യജീവികളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. അപ്പൊ ആ വന്യജീവികളുടെ ആവാസ കേന്ദ്രത്തെ തകർത്താൽ സ്വാഭാവികമായിട്ടും ഇന്ന് ജനവാസ മേഖലയായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ ഇറങ്ങി വരികയും അവിടെ ജനജീവിതം ദുസ്സഹമാകുകയും ചെയ്യും. അതാണോ ഈ പറയുന്ന റോഡുകാർ ആഗ്രഹിക്കുന്നത് എന്നവർ വ്യക്തമാക്കും. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, എവിടെയും നമുക്കിന്ന് പത്രം എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ വാർത്ത നമ്മൾ കേട്ടാൽ ഏറ്റവും ആദ്യം വരുന്നത് ഇന്ന സ്ഥലത്ത് വന്യജീവി ആക്രമണം, അവിടെ കാന ഇറങ്ങി, ഇവിടെ പുലി ഇറങ്ങി, ഇപ്പൊ ഇന്നലെ ഇരിങ്ങാലക്കുടയിലെ കുറുനരി കോഴികളെ കൊന്നിട്ടിട്ട് പോയി. എന്തുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പൊ നമുക്കിവിടെ കോവിഡ് ഉണ്ടായി, അതേപോലെ നിപ്പ ഉണ്ടായപ്പോ നമ്മൾ വാവലിനെ മുഴുവൻ കൊന്നു. യഥാർത്ഥത്തിൽ നിപ്പയുടെ കാരണം എന്താ? വാവലിന്റെ ദേഹത്ത് നിപ്പയുടെ വൈറസ് ഉണ്ട്. ആ നിപ്പയുടെ വൈറസ് ഉള്ള വാവലിന്റെ ആവാസ കേന്ദ്രമായിരുന്ന അവിടെയുള്ള മരങ്ങൾ മുഴുവൻ നമ്മൾ വെട്ടി. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആ വാവലുകൾ പറന്നു പോവുകയും പോകുന്ന വഴിക്കെല്ലാം നിപ്പയുടെ വൈറസ് വിതരണം ചെയ്തുകൊണ്ടാണ് അത് പോയത്. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന വന്യജീവികളെ ആവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ നശിപ്പിക്കല് അല്ലെങ്കിൽ അതിനെ ശല്യപ്പെടുത്തല് നമുക്ക് തന്നെ വിനയായിട്ട് തീരുന്നുള്ളതിന്റെ നിരവധിയായ ഉദാഹരണങ്ങളാണ്. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെയും ഇത് തന്നെയായിരുന്നു പ്രശ്നം. കാരണം വന്യജീവികളെ കൊന്ന് ഇറച്ചി വിൽക്കുന്ന മാർക്കറ്റിൽ നിന്നാണ് നിപ്പ ചൈനയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാണാതെ ഉള്ള വനം മുഴുവൻ വെട്ടിത്തെളിച്ച് റോഡാക്കണമെന്നുള്ള ഒരു തലതിരിഞ്ഞ വികസന നയം, ആ തലതിരിഞ്ഞ വികസന നയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഇനിയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോ ആ റോഡരികിലുള്ള വനപ്രദേശങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 60.4% ചെറിയ ജന്തു വിഭാഗങ്ങളാണ്. 60.4% ചെറിയ ജന്തു വിഭാഗങ്ങൾ. അത് 26.2 സസ്യ ഗ്രൂപ്പുകളും IUCN റെഡ് ലിസ്റ്റിൽ പെട്ടതാണ്. IUCN റെഡ് ലിസ്റ്റിൽ പെടുക എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ അപൂർവവും അന്യം നിന്നുകൊണ്ടിരിക്കുന്നതുമായ ജീവജാലങ്ങളാണ്. ആ ജീവജാലങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടൊരു വികസനത്തെ കുറിച്ച് പറയുന്നത്. അതേപോലെ 83 സസ്യ ഇനങ്ങളും 38 ഇനം ചെറിയ ജന്തു വിഭാഗങ്ങളും 7 ഇനം വലിയ മൃഗങ്ങളിലും പശ്ചിമഘട്ടത്തിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തും മാത്രം കാണപ്പെടുന്നവയാണ്. ഇതിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു റോഡ് വേണോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു, നമ്മളൊരു റോഡ് നിർമ്മിക്കുമ്പോൾ ആദ്യം അതിന്റെ ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ഈ റോഡിന് പകരം വേറെ റോഡുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതല്ലാതെ പുതിയ റോഡ് വനത്തിനുള്ളിൽ കൂടെ വെട്ടുകയല്ല വേണ്ടത് എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു. ഇവിടെ ഇതിന് ബദലായിട്ടുള്ള റോഡുകളുണ്ട്, ആ റോഡുകൾ ഉപയോഗിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് വളരെ വ്യക്തമായിട്ട് അവരുടെ ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാരണവശാലും നിലവിൽ യാത്രാ സൗകര്യവും റോഡ് സൗകര്യവും ഉള്ളിടത്ത് മറ്റു പുതിയ റോഡുകള് വനത്തിന്റെ ഉള്ളിൽ കൂടെയും വനത്തിന്റെ അരിയിലൂടെയും കടന്നു പോകരുത് എന്ന്. അപ്പൊ അതിനെ ഇവിടെ ലംഘിക്കുകയാണ്. അവിടെ ഇതിനെ ലംഘിച്ചുകൊണ്ടാണ് ഈ പുതിയ റോഡ് വരുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില തത്വങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ എതിരാണ്. പിന്നെ പൂയംകുട്ടി ഇടമലയാർ നദീതടങ്ങളിലെ ഈ വലിയ തുടർച്ചയായ വനങ്ങൾ നൽകുന്ന പാരിസ്ഥിതിക സേവനം അതും പൂർണ്ണമായിട്ടും നശിച്ചു പോകും. കാരണം ഇത്രയും ഇടതൂർന്ന തുടർച്ചയായിട്ടുള്ള ഒരു വനമേഖല, ആ വനമേഖലയിൽ കൂടെ ഈ റോഡ് വന്നാൽ 400-ലേറെ ഫ്രാഗ്മെന്റേഷൻസ് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. 400 ഫ്രാഗ്മെന്റേഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഈ 400 ഫ്രാഗ്മെന്റേഷൻ ഉണ്ടായാൽ അതിന്റെ അർത്ഥം എന്താ? വന്യജീവികളുടെ ശല്യം ജനവാസ മേഖലയിലേക്ക് വീണ്ടും കൂടുമെന്നാണ്. അപ്പൊ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ
അതിനെ നേരിടാൻ വേണ്ടി തന്നെ നമ്മുടെ സർക്കാരുകൾ എത്രമാത്രം സാമ്പത്തികമായും മറ്റ് ആൾബലത്തിലും കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ റോഡ് കൊണ്ട് കുറെ ദോഷങ്ങളല്ലാതെ ഗുണങ്ങൾ ആർക്കുമില്ല. ആർക്കാ ഗുണമുള്ളത്? അവിടെ സ്ഥലം മേടിച്ചിട്ട് റിസോർട്ട് പണിയാൻ പോകുന്ന ചില റിസോർട്ട് മാഫിയയ്ക്കല്ലാതെ ഈ റോഡ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഈ പറയുന്ന വക്കീല് പറയുന്നത് പോലെ ആർക്കും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ റോഡിനെ സംബന്ധിച്ച് നിലവില് അദ്ദേഹം ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉണ്ടാവട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അതേപോലെ ഞാൻ വികസന വിദഗ്ധനാണ്, അവിടെ നേര്യമംഗലത്തിൽ നിന്ന് വാളറയിലേക്കുള്ള റോഡിന് വീതി കൂട്ടുന്ന കാര്യത്തിൽ ഞാൻ തടസ്സം നിന്നു എന്ന്. എന്റെ വാദം കോടതി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ വാദം കോടതി അംഗീകരിക്കുകയും അത് വനഭൂമിയാണ് എന്നും വനഭൂമി ആയതുകൊണ്ട് അത് പർവേശില് മുഖാന്തരമല്ലാതെ PWDക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു. ഇവിടെയും വനഭൂമിയുടെ സ്റ്റാറ്റസ് ആണ് നിലനിൽക്കുന്നത്. ഇദ്ദേഹം ഇത് PWDയുടെ ആണ് എന്ന് പറഞ്ഞാൽ ഇന്നത് നിബിഡമായ വനമാണ്. ആനത്താരകളും അതേപോലെ വന്യജീവി ക്രോസിംഗും ഒക്കെ ഉള്ള ഏരിയയാണ്. അതിന് തീർച്ചയായിട്ടും കൺസർവേഷൻ ആക്ട് ബാധകമാണ്. ആ കൺസർവേഷൻ ആക്ട് ബാധകമായതുകൊണ്ട് തന്നെ പർവേശിൽ അപ്ലോഡ് ചെയ്യാതെ, പർവേശിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാതെ ഒരനുവാദവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാമോഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വികസന വിരുദ്ധ നടപടികൾ ചെയ്യുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് വികസന വിരുദ്ധമാണ്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വസ്ഥമായിട്ട് മനുഷ്യന് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകാനും അവന് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഈ മാർഗം തുറന്നാൽ, പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നാൽ അതിന്റെ നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മനുഷ്യ ജീവിതം അസാധ്യമാകും. പിന്നെ അടിമാലി ഈ അവിടെ ഹബ്ബാവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ഈ ഹബ്ബാവണേന്ന്. അതെങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിച്ചാൽ നല്ലതാണ്. അടിമാലി ഹബ്ബാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഹബ്ബാവില്ല. കാരണം ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് അവര് നോക്കുന്ന എന്താ? അവർക്ക് പരിചിതമായ വഴി കൂടെ അവർ കയറി പോകും. അടിമാലിയെ സംബന്ധിച്ച് അവിടെ ഒരു ശ്മശാന മൂകതയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അടിമാലിക്കാർ കൂടി അത് ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഈ മറ്റൊന്ന് അതിനകത്തുള്ളത്, പെരിയാറിന്റെ 62 അരുവികളും കൈവഴികളും താണ്ടിപ്പോകുന്ന ഈ റോഡിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങള് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും തീവ്രമായ കാലാവസ്ഥയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 62 അരുവികളും കൈവഴികളും കൂടെയാണ് ഇത് കടന്നു പോകുന്ന ഈ റോഡ്. അതിന്റെയൊക്കെ നാശമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ നാശമുണ്ടായാൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുകയും ഈ റോഡിൽ ഒരിക്കൽ ഉരുൾപൊട്ടിയും മലയിടിഞ്ഞ് വീണുമാണ് ഈ റോഡ് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും അതിന്റെ ആക്കം കൂട്ടിക്കൊണ്ട് അവിടെ ഉരുൾപൊട്ടലും അതേപോലെ തന്നെ മലയിടിച്ചിലും ഒക്കെ ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം ആർക്കാണ്? നമ്മുടെ നാടിന് തന്നെയാണ് അതിന്റെ നഷ്ടം. അതുകൊണ്ട് ആ സാധ്യത വിളിച്ചു വരുത്തുന്ന ഇത്തരം വികസന സങ്കല്പങ്ങളെ കുറിച്ച്, വികലമായ ചിന്തകളെ കുറിച്ച് ഉണ്ടാവരുത് മനസ്സിൽ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം എന്നേക്ക് ഒരുപാട് രേഖകൾ തരാമെന്ന് പറഞ്ഞു. സന്തോഷം, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്ത് രേഖ തന്നാലും അത് പഠിക്കാനും അതിന്റെ ഗുണദോഷങ്ങൾ വിശകലനം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ വാതിലുകൾ ഞാൻ ആരുടെ മുമ്പിലും കൊട്ടിയടച്ചിട്ടില്ല. എന്റെ ചിന്തകൾക്കും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പുതിയ പുതിയ അറിവുകൾക്കും ഞാൻ വാതിൽ കൊട്ടിയടക്കില്ല. അങ്ങനെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒരു മനസ്സല്ല എനിക്കുള്ളത്. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് രേഖ കൈമാറിയാലും അത് പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണമെങ്കിൽ അതിന്റെ പുറത്ത് ഒരു ഡിബേറ്റ് നടത്താനും ഞാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്,
ഞാൻ ആദ്യം പറഞ്ഞു വികലമായ ചിന്താഗതികള് മനസ്സിൽ സൂക്ഷിക്കരുതെന്ന്. അത് മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, ജനങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം, ഈ ആലുവ മൂന്നാർ റോഡിന്റെ ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് അവിടെ താമസിക്കാതെയും ആ സ്ഥലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെയും സ്ഥലം വാങ്ങിയിട്ടിട്ടുള്ളത് എന്ന ഒരു ലിസ്റ്റ് എടുത്ത് ആ ലിസ്റ്റ് ഗവൺമെന്റ് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അറിയാൻ പറ്റും അതിലെ താല്പര്യങ്ങൾ ആർക്കൊക്കെയാണ് എന്ന്. ആ സ്ഥലം ആരുടെ പേരിലാണ് എന്ന് സർക്കാർ പബ്ലിക്കായിട്ട് പറയട്ടെ, ഒരു ഡിക്ലറേഷൻ നടത്തട്ടെ. അപ്പൊ ഈ റോഡിന്റെ ആവശ്യക്കാരാരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതിന്റെ വസ്തുത.